നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. ഇറാൻ സൈന്യം നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രത്യാക്രമണം. ആക്രമണത്തിൽ 3 സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രിയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പാകിസ്ഥാൻ വിരുദ്ധ ഭീകര സംഘടനകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെ മാർഗ് ബർ സമർച്ചർ എന്ന കോഡ് നെയിമിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി പാക് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നീ സംഘടനകളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രി അൻവാർ ഉൽ ഹഖ് കാക്കറും ഇറാൻ വിദേശകാര്യമന്ത്രി ആമിർ അബ്ദുല്ലാഹിയനും തമ്മിൽ ചർച്ച നടത്തിയ അതേ ദിവസം തന്നെയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് മിസൈൽ ആക്രമണം നടത്തിയത്. പ്രകോപനമില്ലാതെ വ്യോമാതിർത്തി ലംഘിച്ച് തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ പാകിസ്ഥാൻ ശക്തമായി അപലപിച്ചിരുന്നു. ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2012 സ്ഥാപിതമായ സുന്നി ഭീകര സംഘടനയാണ് ജയ്ഷ് അൽ അദൽ. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഈ സംഘടനയുടെ പ്രവർത്തന മേഖല. 909 കിലോമീറ്ററാണ് പാകിസ്ഥാനുമായി ഇറാൻ ഈ മേഖലയിൽ അതിർത്തി പങ്കിടുന്നത്. വർഷങ്ങളായി പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഇവിടെ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് ജയ്ഷ് അൽ അദൽ ആക്രമണങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നത്. ജുൻദല്ല എന്ന വിഘടനവാദ സംഘടനയുടെ നേതാവ് അബ്ദുൾ മാലിക് റിജിയെ ഇറാൻ കൊലപ്പെടുത്തിയതോടെയാണ് അൽ അദൽ ഇറാനെതിരെ പ്രതികാര നടപടികൾ തുടങ്ങുന്നത്. ബലൂജ് ഗോത്ര വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച സംഘടന ഇറാനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തി. അമേരിക്കയും ഇസ്രായേലും സംഘടനയുടെ പ്രഖ്യാപിത ശത്രുക്കളാണ്. പാകിസ്ഥാൻ അതിർത്തിയിൽ 2013 അൽ അദൽ നടത്തിയ ആക്രമണത്തിൽ 13 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ സിറിയൻ അധിനിവേശത്തിനുള്ള മറുപടിയായാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു സംഘടനയുടെ വാദം. 2014 ഇറാൻ സൈനികരെ തട്ടിക്കൊണ്ടുപോയ അൽ അദലിന്റെ നടപടി ഇറാനെ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള സൈനിക നീക്കത്തിന് പ്രേരിപ്പിച്ചു. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ മാസം ഇവർ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ 11 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഇതാണ് ഇറാന്റെ പെട്ടെന്നുള്ള നടപടിക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിൽ സുന്നി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അവഗണനയ്ക്കെതിരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ട്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തുന്ന തീവ്രവാദികളെ പാകിസ്ഥാൻ സംരക്ഷിക്കുകയാണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അതിർത്തി സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും വ്യാപാര, ഊർജ്ജ, സുരക്ഷാ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ലോകരാഷ്ട്രീയത്തിൽ പുതിയ സംഭവ വികാസങ്ങളും കാര്യമായ ചലനങ്ങൾക്ക് വഴി തുറക്കും. ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്നാണ് അമേരിക്കയും ഇസ്രായേലും ആരോപിക്കുന്നത്. പാകിസ്ഥാൻ ആക്രമണം ഇറാനെതിരെ ആയുധമാക്കാൻ അമേരിക്കയും ഇസ്രായേലും മുൻകൈയെടുക്കും. പാകിസ്ഥാനുമായുള്ള അതിർത്തി പ്രശ്നം പോലെ തന്നെ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇറാൻ അതിർത്തി പ്രശ്നത്തിലാണ്. ഇതും മേഖലയിലെ സംഘർഷാവസ്ഥ വർദ്ധിക്കുന്നതിന് കാരണമാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.